Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Prayer start ചെയ്തോട്ടോ. Let us pray. Dear Heavenly Father, thank you for this wonderful day. We thank you for the gift of life and all the blessings. We are grateful for the chance to learn and grow. Please bless our teachers as they guide us and help us to listen, work hard, and be kind to one another. Fill our hearts with joy, our minds with knowledge, and our spirits with peace. May we use what we learn to make the world a better place. These all we pray in the name of God. Next, sign in. Sign in. Good afternoon, ma'am and my dear classmates. I warmly welcome all of you to our Montessori class today. I am very happy to begin this session with joy and positivity. Dear friends, let us listen, share, and enjoy today's class together. Once again, a happy welcome to everyone. Thank you. Next, thought. Thoughts of the day. The happiness of your life depends upon the quality of your thoughts. Thank you. സെക്കൻഡ് പാർട്ട് എടുക്കാം കേട്ടോ. നമുക്കൊരു ചാപ്റ്റർ പോയിട്ടുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കാം കേട്ടോ. പാർട്ട് 2. ഒന്ന് എടുക്കട്ടെ അത്. പേജ് നമ്പർ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. Page number 50. 50. Chapter 4 അല്ലേ യൂണിറ്റ്? യൂണിറ്റ് 4. ഓക്കെ. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബുദ്ധിപരമായ വികാസമാണ്. വൈജ്ഞാനിക വികാസം അല്ലെ. ഓക്കെ, കുട്ടികളില് ഏതെല്ലാം രീതിയില് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അവര് തിങ്ക് ചെയ്യുമ്പോ ഒരു കാര്യത്തിനെ കുറിച്ച് പിന്നെ അവര് കാണുന്ന ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കും തോറും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളെ കിട്ടാൻ വേണ്ടിട്ട് എങ്ങനെയെങ്കിലും ഐഡിയ ഉണ്ടാക്കിയിട്ട് അത് അപ്രോച്ച് ചെയ്യുമ്പോൾ. പിന്നെ വേറെ ആർക്കും കമന്റ് ഒന്നും ഇല്ലേ പറയാനായിട്ട്? പിന്നെന്താണ്?
ക്രിയേറ്റിവിറ്റി അല്ലെ. നമ്മൾ സീത പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുമ്പോൾ, അതുപോലെ തന്നെ അവരുടെ ബുദ്ധി വളർച്ചകള്, അവരുടെ ഓരോ ചിന്തകള്, അവരുടെ ഓർമ്മയിലൂടെയൊക്കെ ഇങ്ങനെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ പറയുന്നത് വൈജ്ഞാനിക വികാസം. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് simply means the growth of persons thinking, understanding and problem solving abilities. ഒന്നുകൂടി വായിക്കാം. Cognitive development simply means the growth of a person's thinking, understanding and problem solving abilities. Okay, അപ്പൊ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അല്ലെ അല്ലെങ്കിൽ പേഴ്സൺസിന്റെ എന്താ ഗ്രോത്ത്, എന്തിനൊക്കെ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്? ചിന്ത, അതുപോലെ തന്നെ അവരുടെ ഓർമ്മകള്, അവർക്ക് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ടാണ് സാധ്യമാകുന്നത് അല്ലെ. വൈജ്ഞാനിക വികാസം കൊണ്ടാണ് സാധ്യമാകുന്നത്. അതിലൂടെയൊക്കെ അവരുടെ ചിന്തകൾ വർദ്ധിപ്പിക്കാനായിട്ടും ക്രിയേറ്റീവായിട്ട് ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും ഓരോ കാര്യങ്ങളും ഓർമ്മയിലൂടെയൊക്കെ ഓരോ കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് ഇത് തിയറി ആണ്. അപ്പൊ ഇതിനകത്ത് 2 തിയറി നമുക്ക് പഠിക്കാനുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് പഠിക്കാനുണ്ട്. അദ്ദേഹം എന്താണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ് എന്നുള്ളതും പഠിക്കാനുണ്ട്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി പിയാഷെ. ഓക്കെ, പിയാഗെറ്റ് എന്നല്ല വായിക്കുന്നത് കേട്ടോ, പിയാഷ എന്നാണ് വായിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ തിയറിയാണ്. ഇദ്ദേഹത്തിന്റെ തിയറി നമുക്ക് 4 എണ്ണം പഠിക്കാനുണ്ട്. ഓരോന്നും എഴുതി തരാം കേട്ടോ. ഇതൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഇദ്ദേഹത്തിന്റെ തിയറീസ്. അത് ജസ്റ്റ് എക്സ്ട്രാ ഒന്ന് എഴുതിയിട്ട് നമുക്ക് നോക്കാം. The capacity of the child to integrate here reflects actions according to the stimulus is the beginning of cognitive development. ഇവിടെ പറയുന്നത് എന്താണ്? കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ബിഗിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സ്റ്റിമുലസിനോടുള്ള അവരുടെ റിഫ്ലക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദീപനം. ഓക്കെ, സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഉദ്ദീപനം എന്നാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി തരാം എന്താണ് സ്റ്റിമുലസ് എന്നുള്ളത്. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് സ്റ്റിമുലസിനോടുള്ള അവരുടെ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ രീതിയിൽ പറഞ്ഞു തരാം. തീയില് കുട്ടികള് കൈ വെക്കുമ്പോ എന്താ സംഭവിക്കാം? തീ കാണുമ്പോ അമ്മമാരെന്തെങ്കിലും അടുപ്പൊക്കെ കത്തിക്കുമ്പോ തീ കാണും അല്ലെ. കുഞ്ഞു കുട്ടികളാകുമ്പോ തീ കാണുമ്പോ അവർക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലെ. നമ്മളായാലും അമ്മമാരാണ്, അപ്പൊ നമുക്കറിയാം എന്താണ് അടുപ്പൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെ നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കും അല്ലെ ജോലിയൊക്കെ ചെയ്യുമ്പോ. അപ്പൊ അവരെന്താണ് തീ കാണുമ്പോ അവരെന്താ ചെയ്യാ? അവർക്കൊരു ക്യൂരിയോസിറ്റി തോന്നാറുണ്ട് ഇല്ലേ? അവരെന്ത് ചെയ്യും? തീ കാണുമ്പോ തൊട്ട് നോക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? എന്താ സംഭവിക്കാം? പൊള്ളുമ്പോ പെട്ടെന്ന് കൈ വലിക്കും. ഈ പൊള്ളും എന്ന് നമ്മൾ പറയും, പക്ഷെ എന്താണ് പെട്ടെന്ന് കൈ വലിക്കാൻ നമ്മൾ പറയാറുണ്ടോ? അമ്മമാര് പറഞ്ഞു കൊടുക്കോ? പെട്ടെന്ന് കൈ വലിക്ക് അല്ലെങ്കിൽ പൊള്ളും അല്ലെ, തീയാണ് തൊടരുത് അല്ലെ, പൊള്ളും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ.
പെട്ടെന്ന് കൈ വലിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരോട്? ഇല്ല. എന്തുകൊണ്ട് അവര് കൈ വലിക്കുന്നത്? അവിടെയാണ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഈ തീ കാണുമ്പോ കുട്ടികള് തീയിൽ തൊടും, പെട്ടെന്ന് കൈ വലിക്കും. അവിടെയുള്ള സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ ആണ്. ഓക്കെ, ദീപനം എന്ന് പറയുന്നത് ഫയർ ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പോ വെളിച്ചം നമ്മുടെ കണ്ണിലടിക്കുമ്പോ, ഇപ്പൊ ടോർച്ചൊക്കെ ആരെങ്കിലും കത്തിച്ചിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ അടിക്കുമ്പോ എന്താ സംഭവിക്കാം? പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? അല്ലെ? ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? വെളിച്ചം കണ്ണിൽ തട്ടുന്നുണ്ട്, കണ്ണടച്ചോളൂ പറയാറുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. അവിടെ എന്താ സ്റ്റിമുലസ് എന്ന് പറയുന്നത്? എന്തിനായിരിക്കാം സ്റ്റിമുലസ് എന്ന് പറയുന്നത്? വെളിച്ചം. വെളിച്ചമാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദീപനം എന്നാണ് പറയുന്നത്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലസിനോടുള്ള അവരുടെ റിഫ്ലക്ഷൻ ആണ്. സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ തീ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി തീയില് കൈവയ്ക്കും, പെട്ടെന്ന് കൈ പൊള്ളും, കുട്ടി കൈ വലിക്കും. ഓക്കെ, അപ്പൊ അവിടെ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? തീ കൊണ്ടാണ് അല്ലെ? അതുപോലെ തന്നെ വെളിച്ചം കണ്ണിലോട്ട്, ഇപ്പൊ കാറിന്റെ ലൈറ്റോ ഹെഡ് ലൈറ്റോ അല്ലെങ്കിൽ ടോർച്ചിന്റെ ലൈറ്റ് ഒക്കെ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോ പെട്ടെന്ന് നമ്മള് കണ്ണടയ്ക്കുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, അല്ലെ? അവിടെ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? ലൈറ്റ് ആണ് അവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല് ഓക്കെ. It represents the process of learning and adjusting to the environment. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലൂടെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള സ്റ്റിമുലസ് കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുക? അത് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ പഠിക്കും. കുഞ്ഞെന്താണ്? തീയില് കൈവയ്ക്കും. തീയില് കൈവയ്ക്കുമ്പോൾ പൊള്ളും എന്ന് അവന് മനസ്സിലായി. അതെന്താ അവൻ ചെയ്യുന്നത്? ലേൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? എൻവയോൺമെന്റുമായിട്ട് അവൻ പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയും എൻവയോൺമെന്റിൽ നിന്ന് ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. Around 6 months of age, children achieve the capacity to focus their eyes on interesting object in their environment. ഇനി എന്താണ്? ഒരു 6 മാസമൊക്കെ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ തന്നെ എന്താണ്? തലയൊക്കെ നേരെ നിൽക്കില്ല അല്ലെ? തല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലെ? ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് കുട്ടി കമന്ന് വീണ് തുടങ്ങുമ്പോ ഹെഡൊക്കെ എന്താണ്? ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് അല്ലെ? കറക്റ്റ് ആയിട്ട് പിടിക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേനും അവൻ എന്താണ്? എൻവയോൺമെന്റിൽ നിന്നും ഓരോ ഒബ്ജക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്ത് എൻവയോൺമെന്റിലെ ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് തുടങ്ങും അല്ലെ? ഇപ്പൊ നമ്മളെ അമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കും, കാക്ക കാക്ക എന്ന് പറയുമ്പോ പിന്നെ ഏത് പക്ഷിനെ കണ്ടിട്ടുണ്ടെങ്കിലും അവര് പറയും കാക്കയാണ് അല്ലെ? പറയാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ പൂച്ച പോകുമ്പോ പൂച്ചയാണ്. മിയാവ് എന്ന് പറഞ്ഞു ഒച്ചയ്ക്ക് എടുത്ത് നോക്കോ ഇങ്ങനെ നമ്മള് പറയുമ്പോ അവർക്ക് അത് കറക്റ്റ് ആയിട്ട് അവരെങ്ങനെയാണ് എൻവയോൺമെന്റിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെ? നമ്മൾ പറയുന്നത് അനുസരിച്ച് കണ്ടും കേട്ടും ഓരോ കാര്യങ്ങളും അവര് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പരിസ്ഥിതിയിൽ നിന്ന് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് ഓരോ കാര്യങ്ങളും അവര് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലെ? ഓരോ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് അവർ they even follow the movement of the object with their eyes. When children hear the word elephant, ഇനി ഒരു എലിഫന്റ് എന്ന വേർഡ് കേൾക്കുമ്പോ അവരെന്താ അവരുടെ മനസ്സിലോട്ട് വരുന്നത്? എന്തായിരിക്കാം? കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ നമ്മളിപ്പോ കഥ പറഞ്ഞു കൊടുക്കാം അല്ലെ? കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പൊ ഉറങ്ങാൻ നേരത്തായാലും അല്ലെങ്കിൽ ചോറൊക്കെ വാരി കൊടുക്കാൻ നേരത്തായാലും പണ്ടൊക്കെ എങ്ങനെയാ? TV മൊബൈൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ പെട്ടെന്ന് ഉറങ്ങുമോ? നമ്മളിപ്പോ സ്കൂളിലൊക്കെ പോയിട്ട് ടയേർഡ് ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ വൈകുന്നേരം ആകുമ്പോ ഒരു 7 മണി 7:30 ആകുമ്പത്തിനും മമ്മി ഫുഡ് വാരിത്തരും, അല്ലെങ്കിൽ കഴിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരും അല്ലെ? നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ ചെയ്തു തരാറ്? പറഞ്ഞു തരാറുണ്ടോ അമ്മമാര്? ഇല്ലേ? നമ്മളിപ്പോ പണ്ട് നമ്മുടെ അമ്മമാര് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുക്കാറുണ്ടോ നിങ്ങള്?
ഇല്ലേ? ഉറങ്ങാൻ നേരത്തെ ഇപ്പൊ ഞാൻ എന്റെ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ കഥയാണ്. അവൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കഥ കേട്ട് ഉറങ്ങണം. പക്ഷെ കേൾക്കുന്ന ഇപ്പൊ ആദ്യം പറഞ്ഞ കഥയായിരിക്കും പിറ്റേ ദിവസവും പറയുന്നത് അല്ലെ? അപ്പൊ ആ കഥ കേട്ട് ഏതെങ്കിലും ഒരു വരി പറഞ്ഞാൽ മതി. ഒരു വരി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആള് പെട്ടെന്ന് ഉറങ്ങിപ്പോകും. പക്ഷെ കഥ പറയണം. കഥ പിന്നെന്താ, മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും ഇടയ്ക്ക്. ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സുഖം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ കിടന്നുറങ്ങും. അല്ലെങ്കിൽ മൈലാഞ്ചി ഇട്ട് കയ്യിൽ കൊടുക്കാൻ പറയും. മൈലാഞ്ചി ഒക്കെ ഇട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആളിങ്ങനെ കിടന്നുറങ്ങും. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് നമ്മുടെ അമ്മമാര് പണ്ട് പറഞ്ഞു തന്നിരിക്കുന്ന കഥകള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞു തരാറുണ്ടല്ലേ കഥകള് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എന്താ എലിഫന്റിന്റെ ആ വേർഡ് നമ്മുടെ മനസ്സിലേക്ക്, ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ചെയ്തു തരാറുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോ ഒരു എലിഫന്റിന്റെ വേർഡ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോ അതിന്റെ രൂപം എങ്ങനെയാണെന്ന് അവര് എന്താ മനസ്സിൽ കാണുന്നുണ്ടാവും, ഇമാജിൻ ചെയ്യോ അല്ലെ? എങ്ങനെയെല്ലാം ഇമാജിൻ ചെയ്യാറുണ്ട്, പറയാൻ പറ്റുമോ? എന്താണ് എലിഫന്റിന്റെ രൂപം എന്നുള്ളത്? കറുത്ത വലിയ മുഖം, കറുപ്പ് നിറമാണ്, വലിയ ബോഡിയാണ് അല്ലെ? വലിയ ജീവിയാണ്. പിന്നെ തൂണ് പോലെയുള്ള തൂണ് പോലെയുള്ള 4 കാലുകൾ, വലിയ കാലുകളുണ്ട്. പിന്നെന്താ? പോലെയുള്ള ചെവി, പോലെ ചെവി. പിന്നെ ചെറിയ കണ്ണുകൾ, ചെറിയ കണ്ണ്, തൂര് പോലെയുള്ള വാല്, നീണ്ട തുമ്പിക്കൈ ഉണ്ട് എന്നൊക്കെ അവർ ഇമാജിൻ ചെയ്യും അല്ലെ? ആന എന്ന് അവരുടെ മനസ്സിലേക്ക് നമ്മളിങ്ങനെ ആന എന്നുള്ള വേർഡ് പറയുമ്പോ തന്നെ അവർ ഇമാജിൻ ചെയ്യും. 4 കാലുണ്ട്, അതുപോലെ തന്നെ എന്താ, ചെറിയ കണ്ണുകളാണ്, വലിയ മുറം പോലെയുള്ള ചെവികള്, അതുപോലെ തന്നെ വലിയ തുമ്പിക്കൈ ഉണ്ട് എന്നുള്ളത് അവര് പിക്ചർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. മെന്റൽ പിക്ചർ മോസ്റ്റ് ചിൽഡ്രൻ ഗെറ്റ് ഈസ് ഓഫ് എ ചെയിൻ എനിമൽ വിത്ത് ദ ലോങ് ടങ് ആൻഡ് ബിഗ് ഇയേഴ്സ് എന്നുള്ളത് അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. They learn about all the things they see around them. They continuously manipulate, experiment, try out, explore, discover and learn about objects and people surroundings. എന്താണ്, അതുപോലെ ഓരോ കാര്യങ്ങളും അവരുടെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും അവർ പഠിക്കുന്നത് അല്ലെ? ഓരോ കാര്യങ്ങളും അവർ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടായാലും എക്സ്പീരിയൻസിലൂടെയും ഓരോ കാര്യങ്ങളും ഡിസ്കവർ കണ്ട്, അതുപോലെ തന്നെ കണ്ടെത്തി പഠിക്കാനായിട്ടല്ലേ നമ്മളോട് ഓരോ കാര്യങ്ങൾ അവർ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അല്ലെ? എന്താ അങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് അല്ലെ? കണ്ടെത്തി പഠിക്കാനായിട്ടായാലും ചോദിച്ച് മനസ്സിലാക്കി ഓരോ കാര്യങ്ങള് അവര് അറിഞ്ഞ് പഠിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, പിന്നെ എന്താ, ചുറ്റുമുള്ളവ അവര് എക്സ്പീരിയൻസ് ചെയ്താണ് അവര് പഠിക്കുന്നത്. അപ്പൊ എന്താണ് അവരുടെ ആ ഡെവലപ്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത്. കോഗ്നിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ചിന്ത, അതുപോലെ തന്നെ ബുദ്ധി, അതുപോലെ തന്നെ എന്താ ക്രിയേറ്റിവിറ്റി ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ എന്താ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്? As cognitive development proceeds and children's thinking ability, their vocabulary also increases to includes comparative terms such as big, small, tall, short. ഇനി അതുപോലെ തന്നെ അവരെന്താണ് എന്തൊക്കെ ഡെവലപ്പ് ആകുന്നുണ്ട്? അവർക്ക് തിങ്കിങ് കപ്പാസിറ്റി വർദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ വൊക്കാബുലറി ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ? പിന്നെ അതുപോലെ തന്നെ എന്താ, ബിഗ്, ടാള്, സ്മോള് അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അങ്ങനെയുള്ള ഇതുണ്ടല്ലേ, നമുക്ക് പഠിക്കാനായിട്ട്. ഇപ്പൊ എന്താ LKG UKG പാഠഭാഗങ്ങളിലൊക്കെ പഠിക്കാനുണ്ട്. ബിഗ് ഏതാണ് അല്ലെ, സ്മോൾ ഏതാണ് എന്നുള്ളത്. അപ്പൊ ഓരോ കാര്യങ്ങളും അവര് വലുത്, ചെറുത് അല്ലെ, എന്താ ലോങ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. They also include
Special terms such as above and below, near and far in the speech. അല്ലെ അവരങ്ങനെയാണ് above, below അങ്ങനെയുള്ള കാര്യങ്ങൾ, big, smaller, above, below, near അല്ലെ അടുത്തുള്ളത് ഏതാണ്, അകലെയുള്ളത് ഏതാണ്, അല്ലെ മുകളിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളും അവർ പഠിക്കാനായിട്ട് തുടങ്ങും. The language children use clearly reflect the level of their cognitive development. Children in the 3 to 6 years age group talk and understand about the things that they touch, see, hear and experience through their sense. അപ്പൊ എന്താണ് ഒരു 3 to 6 years വരെയുള്ള ആ കാലഘട്ടം, കുഞ്ഞുങ്ങളുടെ ആ ഇയേഴ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികളില് എന്താണ് അവരുടെ സെൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്, അല്ലെ പഠിക്കാനായിട്ട് തുടങ്ങും. സെൻസ് യൂസ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് എങ്ങനെയാണ് ടച്ച് ചെയ്ത്, അല്ലെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്, സീ ചെയ്തുകൊണ്ട്, അല്ലെ കണ്ടുകൊണ്ട്, ടച്ച് തൊട്ട് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഏത് കാലഘട്ടത്തിൽ 3 to 6 years വരെയുള്ള ആ കാലഘട്ടത്തില് അവർ ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. They cannot understand or talk about abstract things such as honesty. Honesty എന്ന് പറഞ്ഞാൽ എന്താ? Honesty എന്താണ്? Honesty meaning സത്യസന്ധത. അല്ലെ. അപ്പൊ ഹോണസ്റ്റി നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. തൊട്ട് നോക്കാനായിട്ട് പറ്റില്ല. അതെന്താണ്? അബ്സ്ട്രാക്ട് കാര്യങ്ങളാക്കിയാണ് നമുക്ക് എന്താണ് തൊട്ട് നോക്കാനോ പിടിച്ചു നോക്കാനോ കഴിയാത്തവയാണ്, അല്ലെ. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു 3 to 6 years വരെയുള്ള കുട്ടികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആ പീരീഡ് ഓഫ് ഏജില് അവർ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുന്നത്? തൊട്ട് നോക്കിയും കണ്ടും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തുമാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, 2 പാരഗ്രാഫും ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചോക്കാട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഇനി നമ്മള് തിയറിയാണ് കേട്ടോ, ഒരു തിയറിയാണ് പഠിക്കുന്നത്. സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് അനാക്റ്റീവ് സ്റ്റേജ് ഉണ്ട്, ഐക്കോണിക് സ്റ്റേജ് ഉണ്ട്, സിംബോളിക് സ്റ്റേജ് ഉണ്ട്. ഇത് ആര് ഡെവലപ്പ് ചെയ്ത തിയറി ആണെന്ന് അറിയോ? ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഓക്കെ, ജെറോമസ് ബ്രൂണർ എന്ന് പറയുന്ന അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത തിയറി ആണ് കേട്ടോ ഇത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ.
ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, എന്നിട്ട് നമുക്ക് ഈ സ്റ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ജെറോം, ജെറോം, JEROME, Jerome. Bruners, Jerome Bruners, BRUNER, Bruner, apostrophe S. Jerome Bruner's theory, Jerome Bruner's theory of cognitive development, of cognitive development. Proposes, proposes, PROPOSSES, proposes that children learn through three modes of representation. Three modes of representation. Learn through three modes of representations. Iconic stage, inactive stage, bracket action based, inactive, ENACTIVE, inactive, bracket action based, comma, iconic, 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 bracket image based, iconic, image based, comma, and symbolic, bracket language based, Okay, ഇത്രയും മതി ട്ടോ. ഒന്നുകൂടി വായിക്കാം. Jerome Bruner's theory of cognitive development proposes that children learn through three modes of representation: inactive, action based, iconic, image based, and symbolic, language based. Okay, എല്ലാവർക്കും കിട്ടിയോ? മോഡ്സ് ഓഫ് കഴിഞ്ഞിട്ടുണ്ട്. Modes of representation. മാം ഫസ്റ്റ് സ്റ്റേജിൽ ആക്ഷൻ ബേസ്ഡ് മുന്നേ പറഞ്ഞ അതൊന്ന് പറഞ്ഞ ഇനാക്റ്റീവ്. Inactive, ENACTIVE. ഐക്കോണിക് സ്റ്റേജിന്റെ ബ്രാക്കറ്റിൽ എന്താ? Image based. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോ ഈ തിയറി ട്ടോ, ഐക്കോണിക് സ്റ്റേജ്, ഇനാക്റ്റീവ് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്നിരിക്കുന്ന അതാരാണ്? ജെറോം ബ്രൂണർ. ബ്രൂണേഴ്സ് തിയറി ആണ് ട്ടോ. ബ്രൂണർ ആണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 3 സ്റ്റേജസ് ആണ്. ഇനാക്റ്റീവ് സ്റ്റേജ് ഉണ്ട്, ഐക്കോണിക് സ്റ്റേജ് ഉണ്ട്, സിംബോളിക് സ്റ്റേജ് ഉണ്ട്. ബ്രൂണറിന്റെ തിയറി ആണ് ട്ടോ. മാറിപ്പോകരുത്. പിയാഷയുടെ തിയറി നമ്മൾ നെക്സ്റ്റ് പേജിൽ പഠിക്കാനുണ്ട് നമുക്ക്. അപ്പൊ അത് മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ബ്രൂണേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ എത്ര സ്റ്റേജുള്ള തിയറീസ് ആണ്? ഇനാക്റ്റീവ് 3 സ്റ്റേജസ് ആണുള്ളത് കേട്ടോ ബ്രൂണേഴ്സ് തിയറിക്ക്. ഓക്കെ,
3 stages ആണ്. Enactive stage ഉണ്ട്, iconic stage ഉണ്ട്, symbolic stage ഉണ്ട്. ഇനി ഓരോന്നും ചിലപ്പോൾ എടുത്തെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. Enactive stage എന്താണ്, അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് സ്റ്റേജിന് എക്സാമ്പിൾ ആണ് എന്നിട്ട് ചോദിക്കാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകരുത്, കറക്റ്റ് ആക്കി പഠിക്കാം. Inactive stage നോക്കാം. This stage is characterized by the child's description of things and events in terms of suitable motor response activities. In this stage, the child knows the world only through the medium of operations, not through the word or images. എന്താ പറയുന്നത് അവിടെ? എങ്ങനെയാണ് കുട്ടികൾ ഈ സ്റ്റേജില് എങ്ങനെയാണ് ഓരോന്നും എന്താ ചെയ്യാ? എന്താ മനസ്സിലായത് വായിച്ചപ്പോ? മോട്ടോർ റെസ്പോൺസ് ആ ചലിക്കുന്നൊക്കെയാണോ? ചലിക്കാൻ തുടങ്ങുന്നൊക്കെയാണോ? അതായത് പ്രതികരിക്കാൻ തുടങ്ങുന്നു. ഓക്കെ. സ്റ്റേജിൽ എന്താണ്? മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ആണ് കുട്ടികളിൽ നിന്ന് ഡെവലപ്പ് ആകുന്നത് അല്ലെ? ഓക്കെ. എങ്ങനെയാണ് എന്താണ് വേൾഡിനെ എങ്ങനെയാണ് അവർ അറിയുന്നത്? വേൾഡിനെ എങ്ങനെയാ അറിയുന്നത്? ഓരോന്നും ചിലപ്പോ ഇമേജുകളോ വേർഡ്സുകളോ കൊണ്ട് എന്നല്ല അവർ അറിയുന്നത്. ഓക്കെ. മീഡിയം ഓഫ് ഓപ്പറേഷൻ നോട്ട് ത്രൂ ദ വേർഡ് ഓർ ഇമേജസ്. അങ്ങനെയല്ല. എങ്ങനെയാണ്? എക്സാമ്പിൾ നോക്കിയേ. ദ ഇൻഫന്റ് അണ്ടർസ്റ്റാൻഡ് ഹിസ് എൻവയോൺമെന്റ് ബൈ ടച്ചിങ്, ബൈറ്റിംഗ് ആൻഡ് ഗ്രാസ്പിംഗ്. എങ്ങനെയാ അറിയുന്നേ? കുഞ്ഞു കുട്ടികളാകുമ്പോ ടച്ച് ചെയ്ത് നോക്കിയിട്ട് കടിച്ചു നോക്കും അല്ലെ? കുഞ്ഞു കുട്ടികൾ എങ്ങനെയാ? ഇപ്പൊ നമ്മുടെ വിരലുകളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വായിലോട്ട് ബൈറ്റ് ചെയ്ത് നോക്കും അല്ലെ? അതുപോലെ തന്നെ ടച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് അവരിങ്ങനെ മറച്ചൊക്കെ നോക്കി അല്ലെ? തൊട്ടൊക്കെ നോക്കിയിട്ടാണ് അവരറിയാം. പിന്നെ അതുപോലെ തന്നെ ഗ്രാസ്പിംഗ്, അതെങ്ങനെയാ? ഗ്രാസ്പ് ചെയ്യണത് കയ്യിൽ പിടിക്കലാണ്, കയ്യിൽ ഹോൾഡ് ചെയ്ത് നോക്കുക. ഓക്കെ. എന്താണ്? പിടിച്ചെടുക്കുക അല്ലെ? നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അത് പിടിക്കുന്നു അല്ലെ? ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോ എന്താ? ടച്ച് ചെയ്യാ, ബൈറ്റ് ചെയ്യാ, ഗ്രാസ്പിംഗ് ഒക്കെ വഴിയാണ് അവര് എന്ത് ചെയ്യുന്നത്? എൻവയോൺമെന്റിനെ അറിയുന്നത്, ഓരോ കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നത്. ഏത് സ്റ്റേജിലാണ്? എനാക്റ്റീവ് സ്റ്റേജില്. അല്ലെങ്കിൽ വേർഡ്സോ ഇമേജോ കൊണ്ടോ ഒന്നും അല്ല അവര് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? ആ എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി, പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അവരെന്തോ പിടിക്കുന്നത് ആ കാര്യം മുഴുവനെ അറിയാനായിട്ടുള്ള ആ ഒരു ഫീലിംഗ് അല്ലേ? അതെ, ഫീലിംഗ് ആണ്. ഫീൽ ചെയ്തിട്ട് മീൻസ് ഇപ്പൊ അവർ എന്തെങ്കിലും എടുത്താൽ അതിന് മൊത്തം പരീക്ഷണം കഴിഞ്ഞിട്ട് ആ ഒരു അറിവ് അറിയാനായിട്ടുള്ള നമ്മൾ ഗ്രാസ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ഇച്ചിരി കൂടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്ന ആ ഒരു വേർഡ് വെച്ച് നോക്കുവാണെങ്കിലല്ലേ? നോർമലി ആ വേർഡ് ഗ്രാസ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നമ്മള് മീൻസ് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനായിട്ട് തോന്നുന്ന ആ ഫീലിംഗ് അല്ലേ ഗ്രാസ്പിംഗ് എന്ന് പറയുന്നത്? അങ്ങനെയല്ല. അവർക്ക് കുഞ്ഞു കുട്ടികളാവുമ്പോ എന്താ ഓരോ കാര്യങ്ങളും അവര് അങ്ങനെയാ പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഇപ്പൊ സൗണ്ട് കേൾക്കുമ്പോ അങ്ങോട്ട് നോക്കും അല്ലെ? അങ്ങനെയാണ് അറിയുന്നത്. മനസ്സിലായോ? പിന്നെന്താ? ഐക്കോണിക് സ്റ്റേജ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് മനസ്സിലായില്ലേ? എക്സാമ്പിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ടച്ചിങ്ങിലൂടെയും ബൈറ്റിങ്ങിലൂടെയും ഗ്രാസ്പിങ്ങിലൂടെയൊക്കെയാണ് അവർ പഠിക്കുന്നത്. അതുപോലെ തന്നെ വേർഡ്സോ ഇമേജസോ കൊണ്ടോ ഒന്നല്ല ഓരോ കാര്യങ്ങളും അവര് തിരിച്ചറിയുന്നത് കേട്ടോ. ഇനി ഐക്കോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? This stage is characterized by the child's descriptions of things and events in terms of audio-visual images or mental picture. In this stage, information is gained by imagery, and the child is prisoner of his affective world. അപ്പൊ എന്താണ് ഐക്കോണിക് സ്റ്റേജിൽ എങ്ങനെയാ അറിയുന്നത്? മനസ്സിലായോ? വായിച്ചപ്പോ എന്താ മനസ്സിലായേ?
ഇമേജസ് വഴിയാണ് എന്തേലും ഒരു കാര്യം കേൾക്കുമ്പോ അതിന് ഇമാജ് ചെയ്തിട്ട് അത് എങ്ങനെയാവുന്നൊക്കെ ഓക്കെ. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഓഡിയോ വിഷ്വൽ ഇമേജസ് അല്ലെങ്കിൽ മെന്റൽ പിക്ചേഴ്സ് അല്ലെ, ഓരോ പിക്ചേഴ്സുകളും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ഇമേജസുകളായാലും ഓഡിയോ കേട്ടുകൊണ്ടും വിഷ്വൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടുമാണ് ഓരോ കാര്യങ്ങളും ഏത് സ്റ്റേജില്, ഐക്കോണിക് സ്റ്റേജില് കുട്ടികൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഓഡിയോ വിഷ്വൽ ഇമേജ് ആൻഡ് മെന്റൽ പിക്ചർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഏത് സ്റ്റേജില്? ഐക്കോണിക് സ്റ്റേജില്. ഓക്കെ, ആക്റ്റീവ് സ്റ്റേജിലാവുമ്പോ ഓരോ കാര്യങ്ങളും ടച്ച് ചെയ്ത് ബൈറ്റ് ചെയ്ത് ഗ്രാസ്പ് ചെയ്തിട്ടാണ് അവര് റിയൽ വേൾഡിനെ മനസ്സിലാക്കിയിരുന്നത്. ഐക്കോണിക് സ്റ്റേജിലാകുമ്പോ ഓഡിയോ വിഷ്വൽ ഇമേജസ് ആൻഡ് മെന്റൽ പിക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് symbolic stage. Symbolic stage. During this stage, symbolic representation in the form of words, symbolic and other imaginary abstract phenomena take the place of motor activities and the audio-visual images. Here, the child use the symbolic activities such as language and mathematics. എങ്ങനെയാ അറിയുന്നത്? വേർഡ്സും സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്തിട്ട് അവര് കണ്ടും കേട്ടും അല്ലെ, വേർഡ്സ് സിമ്പിൾസ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവര് എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളും സിംബോളിക് സ്റ്റേജില് മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ എഴുതി തന്ന അവിടെ നോക്കിയത് ആക്റ്റീവ് സ്റ്റേജില് എങ്ങനെയാണ്? ആക്ഷൻ ബേസ്ഡ് ആണ് അല്ലെ കുട്ടികൾ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇനി ഐക്കോണിക് സ്റ്റേജിലാവുമ്പോ ഇമേജ് ബേസ്ഡ് ആണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ സിംബോളിക് ആവുമ്പോ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടും കേട്ടും അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, 3 സ്റ്റേജും വെരി ഇമ്പോർട്ടന്റ് ആണ്. ജെറോമസ് ബ്രൂണർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 3 stages ഉണ്ട്. ആക്റ്റീവ് സ്റ്റേജ് ഉണ്ട്, ഐക്കോണിക് സ്റ്റേജ് ഉണ്ട്, സിംബോളിക് സ്റ്റേജ് ഉണ്ട്. ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു നോക്കിയേ. ടച്ച് ചെയ്തിട്ടും ബൈറ്റ് ചെയ്തിട്ടും ഗ്രാസ്പ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സിമ്പിൾസ് വഴി വേർഡ്സ് വഴിയല്ല. നെക്സ്റ്റ് സ്റ്റേജ് പറഞ്ഞേ വേറൊരാള്. Iconic stage. Audio, visual, image, and mental pictures. Image based. Okay, image based ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് സിംബോളിക് സ്റ്റേജ്. ഇത് ലാംഗ്വേജ് ബേസ്ഡ് ആണ്. അതിനകത്ത് കുട്ടികൾ ബേസിക്കലി വേർഡ്സ് വെച്ച്, സിമ്പിൾസ് വെച്ച് ഓർ അതർ ഇമാജിനറി അബ്സ്ട്രാക്ട് ഫിനോമിന വെച്ച് അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കാട്ടോ. ഇത് ഇന്ന ഏജിലാണെന്നുണ്ടോ മാം? ഏജ് ഏത് ഏജ് പറയുന്നില്ല, നോക്കിയിട്ട് പറയാം വേണമെങ്കിൽ കേട്ടോ. ഏജ് പറയുന്നില്ല, പറയുന്നില്ല. മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ സ്റ്റേജിന്റെ പ്രത്യേകതകളും മാത്രമാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. ഏജ് കൊടുത്തിട്ടില്ലല്ലോ.
മാം ഈ മൊബൈൽ അഡിക്ഷൻ ക്രോണിക് സ്റ്റേജിലാണോ മാം വരിക കുട്ടികൾക്ക്? മൊബൈൽ അഡിക്ഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഇമേജസിനോടും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇന്നപ്പോ ഈ തിയറി മാത്രം മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. വേറൊരു തിയറിയും കൂടി, പിയാഷയുടെ തിയറിയും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ 2 തിയറിയും കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് അത് പിയാഷയുടെ തിയറി ബുദ്ധിമുട്ടുണ്ട്. ബ്രൂണറിന്റെ തിയറി നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിയാഷയുടെ കുറച്ച് എഴുതി തരാനൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റൈറ്റ് ചെയ്യാം കേട്ടോ, എഴുതാം. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. വേണമെങ്കിൽ ഒരു നോട്ടോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് സ്റ്റേജുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നോട്ടിൽ വേണമെങ്കിൽ എഴുതിയിരുന്നോളൂ കേട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയെടുത്തു. ഹെഡിങ് കൊടുക്കാം, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. Intellectual development. Intellectual development. According to Piaget, പിയാഷയുടെ സ്പെല്ലിംഗ് ഞാൻ പറയാം, PIAGET. പിയാഷ എന്നാണ് വായിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം മിസ്സേ. PIAGET. പിയാഗറ്റ് എന്നൊക്കെ വായിക്കരുത്, പിയാഷ എന്നാണ് കേട്ടോ അത്. ഓക്കെ, അക്കോർഡിംഗ് ടു പിയാഷ, cognitive development arises as a result of the interaction between the individual and the world and passes through a series of sequential stages. ഒന്നുകൂടി വായിക്കാം. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് according to Piaget, cognitive development arises as a result of the interaction between the individual and the world and passes through a series of sequential stages. Okay. Next, major stages of cognitive development. അടുത്ത ഹെഡിങ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണോ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണോ?
ഓക്കെ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് അതിനകത്ത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ് ആണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ തിയറിയാണ്. മേജർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ്. സ്പെല്ലിംഗ് പറയോ? സെഞ്ചുറി ആണ്? സെഞ്ചുറി അല്ല, സെൻസറി. SENSORY. സെൻസറി. സെൻസറി മോട്ടോർ സ്റ്റേജ്. MOTOR. മോട്ടോർ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. PRE എന്ന് എഴുതാം, എന്നിട്ടൊരു ഹൈഫൺ, എന്നിട്ട് ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. PRE ഒരു ഹൈഫൺ ഇടാം. ഓപ്പറേഷണൽ സ്റ്റേജ്. OPERTIONAL ഓപ്പറേഷണൽ സ്റ്റേജ്. പക്ഷെ 3 ആണ്, അത് ക്ലിയർ ആയില്ല. PRE പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് CONCREATE കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി നാലാമത്തെ സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ FORMAL ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേജ് എടുത്ത് എഴുതാം. സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ്. മലയാളത്തിൽ അതിനെ പറയുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം. വേണമെങ്കിൽ എഴുതാൻ മതി കേട്ടോ മലയാളം. ഇന്ദ്രിയ ചാലക ഘട്ടം. അതിന്റെ ഏജ് ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാം. 0 to 2 years ഏജ് കേട്ടോ. സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ കാലഘട്ടമാണ് 0 to 2 years. First point, in the first 2 years, infants mental activities. In the first 2 years, infants mental activities. Second point, coordinations is obtained through the senses. Coordinations is obtained through the senses. Third point, object permanence. PREMANENCE.
MENANCE, ഒബ്ജക്റ്റ് പെർമനൻസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. മലയാളത്തില് ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയും. അതിന്റെ ഏജ് എന്ന് പറഞ്ഞാല് 0 to 2 years ആണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് ഇൻ ദ ഫസ്റ്റ് 2 years ഇൻഫാൻസ് മെന്റൽ ആക്ടിവിറ്റീസ്. സെക്കൻഡ് പോയിന്റ് കോർഡിനേഷൻസ് ഈസ് ഒബ്റ്റെയിൻഡ് ത്രൂ ദ സെൻസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാട്ടോ. തേർഡ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് തുടങ്ങി നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ടൈം ഇല്ല, ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ എടുത്തത് എന്താണ്? ബ്രൂണേഴ്സ് തിയറി ആണ് കേട്ടോ. ഓക്കെ, ബ്രൂണേഴ്സിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ആണ് നമ്മൾ എടുത്തത്. അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി ആരെങ്കിലും ഒന്ന് സൈൻ ഔട്ട് പറയൂ. ആരുമില്ലേ സൈൻ ഔട്ട് പറയാൻ? ഞാൻ പറയട്ടെ. അനുപ്രിയ. ഓക്കെ, താങ്ക് യു മിസ്. ഇന്ന് നമുക്ക് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് എടുത്തത്. അത് ഏതൊക്കെ ആരാണ് ആ തിയറി എടുത്തെന്നുള്ളതും ഒക്കെ മിസ് നന്നായിട്ട് പറഞ്ഞെന്നെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റി. താങ്ക് യു മിസ്. പറയാൻ പറ്റും. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you. Thank you, ma'am.